ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കണ്ണീരോടുകൂടി കേരളം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി എൻ രാമചന്ദ്രന്റെ ഭൗതികദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടെത്തിച്ചിരിക്കുന്നു. എറണാകുളം റെനെ മെഡിസിറ്റിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കശ്മീരിൽ നിന്ന് എത്തിച്ചതിന് ശേഷം എൻ രാമചന്ദ്രന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. മന്ത്രി പി രാജീവ് അടക്കമുള്ളവരുടെ സാന്നിധ്യം അവിടെയുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ മുന്നണികളിലെയും നേതാക്കന്മാരും ഒപ്പം ജനങ്ങളും അങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ഞെട്ടൽ കൂടിയായിരുന്നു. അങ്ങനെ ഒരു വാർദ്ധക്യകാലത്ത് അവധിക്കാലം ആഘോഷമാക്കാൻ പോയ ഒരു മലയാളി ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യം അദ്ദേഹത്തിന്റെ മകൾ തന്നെ വളരെ വ്യക്തമായി അത് വിശദീകരിക്കുകയുണ്ടായി. ആർക്കും നെഞ്ചുലയാതെ അത് കേട്ടിരിക്കാൻ കഴിയുന്ന സാഹചര്യം പോലുമല്ല. നവമി ദിനേശ് നമുക്കൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. നവമി, ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. ഇങ്ങനെ ഒരു കാഴ്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായിട്ടുള്ള ഒന്നാണ്. തീവ്രവാദി ആക്രമണത്തിൽ ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരു വേദന ഈ വരുന്നവർക്ക് പോലും ഉണ്ടാകും. മന്ത്രി പി രാജീവിന്റെ അടക്കമുള്ള സാന്നിധ്യമൊക്കെ ദൃശ്യങ്ങൾ കാണുന്നു. എങ്ങനെയാണ് ജനങ്ങൾ, നേതാക്കന്മാർ ഒക്കെ അങ്ങോട്ട് ഒഴുകുന്നത്? സംസ്കാര ചടങ്ങുകളിലേക്ക് എപ്പോൾ കടക്കും? അപർണ, യാത്രയ്ക്ക് പോകുന്നതിന് മുൻപ് രാമചന്ദ്രനും ഭാര്യയും പേരക്കുട്ടിയും ശവശരീരമായിരിക്കും. നവമി ദിനേശ് വിവരങ്ങൾ നൽകുകയാണ്. നമുക്ക് കാണാം എൻ രാമചന്ദ്രന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വീട്ടിലേക്ക് എത്തുന്നതിന്റെ കാഴ്ചയായിരുന്നു. ചങ്ങമ്പുഴ ഇടപ്പള്ളി പാർക്കിലായിരുന്നു പൊതുദർശനം. സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നു. നവമി, തുടരാം. അപർണ, ഈ യാത്രയ്ക്കായി, വിനോദയാത്രയ്ക്കായി രാമചന്ദ്രനും കുടുംബവും ഈ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ പിതാവ്, തന്റെ ഭർത്താവ് ഈ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ചേതനയേറ്റ ശരീരമായിട്ടായിരിക്കുമെന്നൊരിക്കലും ഈ കുടുംബം കരുതിയിരുന്നില്ല. എന്തായാലും വളരെ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വീട്ടിൽ. എല്ലാവർക്കും വളരെ വിഷമം. അപ്രതീക്ഷിതമായ രാമചന്ദ്രന്റെ വിയോഗം അതൊരിക്കലും താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് ഈ കുടുംബത്തിനും ഈ നാട്ടുകാർക്കും. പൊതുപ്രവർത്തകനായിരുന്നു, ചെറുപ്പകാലം മുതലേ പൊതുപ്രവർത്തകനായിരുന്നു, ഇടപ്പള്ളിയിൽ സജീവമായിരുന്നു. എല്ലാ പരിപാടികൾക്കും, അമ്പലത്തിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും മുൻപന്തിയിൽ, ഈ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ഒക്കെ അതിൽ കൃത്യമായി ഇടപെട്ട് എല്ലാവർക്കും എല്ലാവരോടും സ്നേഹത്തോടും മാത്രം ഇടപെടുന്ന ഒരു വ്യക്തി. ആ രാമചന്ദ്രന്റെ വിയോഗം എത്രയേറെ ദുഃഖമാണ് ഈ ഗ്രാമത്തിന് നൽകിയിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിന് ആയിരങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. അതിൽ രാമചന്ദ്രനെ അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്, കാണാത്തവരുണ്ട്, പരിചയപ്പെടാത്തവരുണ്ട്. പക്ഷേ അവരൊക്കെ ഒരു കാര്യം മാത്രമാണ് പറയുന്നത്: നമ്മുടെ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ ഭീകരർ വെടിവെച്ചു കൊന്നപ്പോൾ ആ കുടുംബത്തിന് ആശ്വാസത്തിന്, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വിയോഗത്തിന് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു ആശ്വാസം നൽകാൻ ഇവിടേക്ക് ഓടിയെത്തണമെന്ന് തോന്നി എന്ന് പറഞ്ഞ് കേരളത്തിന് പല ജില്ലകളിൽ നിന്നുള്ള, എറണാകുളം ജില്ലയിൽ മാത്രമല്ല, കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ ഓടിയെത്തിയവർ ഇവിടെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ ചങ്ങമ്പുഴ പാർക്കിൽ കണ്ടത്. കേരള ഗവർണർ, ഗോവ ഗവർണർ, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടേക്ക് എത്തി. നടൻ ജയസൂര്യ, അങ്ങനെ ഏതോ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലുള്ള ആളുകളല്ല ഇവിടെ എത്തി. എല്ലാവരും ജാതിയും മതവും എല്ലാം മറന്ന് നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ മലയാളികളാണ്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് ഓടിയെത്തിയവരാണ്. മന്ത്രി പി രാജീവ്, മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവും എത്തി മൃതദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും ഇപ്പോൾ ജില്ലാ കളക്ടറും മന്ത്രി പി രാജീവും വീട്ടിൽ തന്നെയുണ്ട്. അദ്ദേഹം രാവിലെ മുതൽ തന്നെ ചങ്ങമ്പുഴ പാർക്കിൽ ഈ പൊതുദർശന സമയത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീട്ടിലെത്തി.
അങ്ങനെ എല്ലാവരും കേരളത്തിൽ നിന്നും ഒന്നടങ്കം ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി ആയിരങ്ങളാണ് അദ്ദേഹത്തെ അവസാനമായി കാണുവാനും ആ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുവാനും ഒക്കെ ഇവിടെ എത്തിയത്. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവർ രാമചന്ദ്രന് അഭിവാദ്യം അർപ്പിച്ചത്. കാരണം അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗമായി അദ്ദേഹത്തിന്റെ ജീവൻ നൽകേണ്ടി വന്നു എന്നുള്ളത് അത് ഒരിക്കലും ഒരു മലയാളി എന്നതിനപ്പുറം നമ്മളെല്ലാവരും ഇത് ഇന്ത്യക്കാരാണെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ ഇതിനെതിരെ പോരാടണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് രാമചന്ദ്രനെ കാണാനായി ഇവിടെ ഓരോരുത്തരും എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും ഒക്കെ ആ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. വിങ്ങി നിൽക്കുന്ന മകൻ അവസാനം ആ മൃതദേഹം ഈ പൊതുദർശനം കഴിഞ്ഞ് അവിടെ നിന്ന് എടുക്കാൻ നേരം മകൻ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് നിറയുന്ന സാഹചര്യം. കാരണം സ്വന്തം പിതാവ് വളരെ സന്തോഷത്തോടുകൂടി ഒരു യാത്രയ്ക്ക് പോയതാണ്. എത്ര ദിവസത്തെ ഒരുക്കമായിരിക്കും അവർക്ക് ഈ യാത്രയ്ക്ക് വേണ്ടി, എത്ര സന്തോഷമായിരിക്കും. എല്ലാ ബന്ധുക്കളെ വിളിച്ചറിച്ചു, നാട്ടുകാരോട് പറഞ്ഞിട്ട് അത്രയും സന്തോഷത്തിൽ പോയ മനുഷ്യരാണ്. ഒരു നിമിഷം കൊണ്ട് ആ സന്തോഷമെല്ലാം അവസാനിച്ച് വളരെ വലിയൊരു വേദനയിലെത്തി. ജീവിതാവസാനം വരെ ആ കുടുംബത്തിന് തീരാ നോവായി തന്നെ രാമചന്ദ്രൻ നിലനിൽക്കും. ഈ RSS പ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം തന്നെയാണ് ഈ പ്രവാസി ജീവിതത്തിലേക്ക് പോയി ജോലിയെല്ലാം വിരമിച്ച് നാട്ടിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ വീട് നമ്മൾ കാണുമ്പോൾ നിറച്ചും പൂന്തോട്ടങ്ങൾ, നല്ലൊരു ഗാർഡൻ അദ്ദേഹം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചെടി പരിപാലനവും ചെറിയ രീതിയിലുള്ള കൃഷികളും ഒക്കെ ആയിട്ട് വിശ്രമ ജീവിതത്തിലായിരുന്നു അദ്ദേഹം. അതിനിടയിൽ ഒരുപാട് യാത്രയും പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ വിദേശത്ത് നിന്ന് വന്ന മകൾക്കൊപ്പവും പേരക്കുട്ടികൾക്കൊപ്പവും വീണ്ടും ഒരു വിദേശ യാത്രയ്ക്ക് ഒരു യാത്രയ്ക്ക് വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു. പക്ഷെ ആ യാത്ര അവസാനത്തെ ഒരു യാത്രയായി അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടി വരുമെന്ന് ആ കുടുംബം പ്രതീക്ഷിച്ചിരുന്നില്ല. നാട്ടിലൊക്കെ വളരെ സജീവമായിരുന്നു ആ രാമചന്ദ്രൻ. ഈ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിലെ എല്ലാ പരിപാടികൾക്കും ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ വന്ന് അദ്ദേഹത്തിനോടൊപ്പമുള്ള വർഷങ്ങളായി അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. വാക്കുകളില്ല അവർക്ക് പറയാൻ. വേദനയോട് കൂടി മാത്രമാണ് അവരിവിടെ നിന്ന് മടങ്ങുന്നത്. തന്റെ രാമചന്ദ്രനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ, ഇനി നമ്മുടെ പരിപാടികളിലൊക്കെ ആരാണ് മുൻകൈയെടുത്ത് ഞങ്ങൾക്കൊരു മാർഗനിർദ്ദേശം പറഞ്ഞു തരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദനയോടെ മടങ്ങുന്നവരെ മാത്രമേ നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുള്ളൂ. അയൽക്കാരൊക്കെ വലിയ വേദനയിലാണ്, ഞെട്ടലിലാണ്. അന്ന് രാവിലെ പോകുന്നതിന് മുൻപ് പോലും യാത്ര പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി പോയ ഒരാളാണ് പെട്ടെന്ന് ഇങ്ങനെ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഒരു നിമിഷം ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ് ഇത് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ഞെട്ടി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഭാര്യയോട് പോലും ഇക്കാര്യം മകൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ല. പിന്നീട് മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് തൊട്ടു മുൻപ് മാത്രമാണ് അമ്മയോട് പോലും തന്റെ അച്ഛന്റെ വേർപാടിനെ കുറിച്ച് മകൾ പറയുന്നത്. ഇന്നലെ മകൾ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൃത്യമായി മകൾ വിവരിച്ചിരുന്നു. സ്വന്തം അച്ഛന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരയാൻ പോലും ഭീകരർ സമ്മതിച്ചിരുന്നില്ല. തന്റെ നേർക്കും തോക്കു ചൂണ്ടുകയും മക്കളുടെ കാഴ്ച തങ്ങളുടെ 2 കുഞ്ഞുമക്കൾ, ഇരട്ട കുട്ടികളായിട്ടുള്ള 2 ആൺകുട്ടികൾ, 8 വയസ്സുള്ള 2 കുട്ടികൾ, അവരുടെ നിലവിളി കേട്ടുകൊണ്ട് മാത്രമാണ് തന്നെ വെറുതെ വിട്ടത്. തന്റെ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളമാണ് ആ മകൾ ആരതി ഓടിയത്. പിന്നീടാണ് നാട്ടിലേക്കൊക്കെ ഇക്കാര്യം വിളിച്ചറിയിക്കാൻ കഴിഞ്ഞത്. സ്വന്തം കൺമുന്നിൽ നിന്നും അച്ഛനെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് തടയുവാനോ അല്ലെങ്കിൽ ഒരു വാക്ക് അലറിക്കരയുവാനോ ഒന്നും പറ്റാത്ത നിന്ന ആ മകൾ ഇന്നലെ എന്ത് ധൈര്യത്തോടുകൂടി അല്ലെങ്കിൽ എന്ത് ധീരതയോടുകൂടിയാണ് മാധ്യമങ്ങളോട് അന്ന് എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്ന് നമ്മൾ ആരതിയെ കാണുമ്പോൾ സ്വന്തം അച്ഛന്റെ മൃതദേഹത്തിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, മറ്റു വാക്കുകളൊന്നുമില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛനെ അച്ഛ എന്ന് നിലവിളിച്ചുകൊണ്ട് കരയുന്ന മകളെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അവിടെ എത്തിയ രാമചന്ദ്രനെ കാണാനെത്തിയ എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കാരണം